ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 221 ദിവസവും ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും നമ്മളെ ഇടയാക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 23 വാക്യം. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലഘട്ടത്തിലെ പുരോഹിതനായ സാദോക്കിൻ്റെ അനുയായികളുമായിരുന്നു സദൂക്യർ. അതിനാൽ സാദോക്ക് എന്ന പേരിൽ നിന്നായിരിക്കാം സദൂക്യർ എന്ന പദം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. ഇവർ ഉന്നത പുരോഹിത വർഗമായിരുന്നു. ഇവർ പരീശന്മാരോട് പല കാര്യത്തിലും എതിർത്ത് നിന്നിരുന്നതായി കാണുന്നു. പരീശന്മാരെ പോലെ മതതീക്ഷ്ണതയും സദൂക്യർ പ്രകടിപ്പിച്ചിരുന്നില്ല. സദൂക്യർ ലിഖിത ന്യായപ്രമാണമായ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ മാത്രം സ്വീകരിച്ചവർ ആയിരുന്നു. അലിഖിത ന്യായപ്രമാണം, പാരമ്പര്യം, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ന്യായവിധി, നിത്യജീവൻ, ദൂതന്മാർ, ഭൂതങ്ങൾ തുടങ്ങിയവയിലൊന്നും സദൂക്യർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ AD 70 യെരുശലേം ദേവാലയം നശിച്ചതോടുകൂടി ഇവർ ജനസ്വാധീനമില്ലാത്ത ഒരു ചെറിയ കൂട്ടമായി തീരുകയാണ് ചെയ്തത്. സദൂക്യർ കുലീനരും സമ്പന്നരും പൗരോഹിത്യ പാരമ്പര്യം ഉള്ളവരുമാണെന്ന് സ്വയം അഭിമാനിച്ചിരുന്നവർ ആയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും ധനികരായ കച്ചവടക്കാരും സദൂക്യരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. രാഷ്ട്രീയം, ദേവാലയ ഭരണം, പൗരോഹിത്യ ആധിപത്യം തുടങ്ങിയവ ഇവരുടെ അധീനതയിൽ ആയിരുന്നു. ചുരുളിൽ രേഖപ്പെടുത്തിയിരുന്ന മോശയിക ന്യായപ്രമാണത്തിന് മാത്രമായിരുന്നു സദൂക്യർ ആധികാരികത കൽപ്പിച്ചിരുന്നത്. കള്ളസാക്ഷി കുറ്റങ്ങളിൽ വധശിക്ഷ വിധിക്കുന്നത് ക്രൂരമാണെന്ന് ഇവർ കരുതിയിരുന്നു. അടിമ ചെയ്യുന്ന കുറ്റത്തിന് അവനല്ല, അവൻ്റെ യജമാനനാണ് ഉത്തരവാദി എന്ന് ഇവർ വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദം പരീശന്മാർ അംഗീകരിച്ചിരുന്നില്ല. സഹോദരൻ മരിച്ചാൽ അവൻ്റെ ഭാര്യയെ പരേതൻ്റെ ഇളയ സഹോദരൻ വിവാഹം കഴിക്കണമെന്ന സദൂക്യരുടെ ആചാരവും പരീശന്മാർ സ്വീകരിച്ചിരുന്നില്ല. അതിനാൽ പരീശ വിഭാഗവും സദൂക്യ വിഭാഗവും തമ്മിൽ പല വാദഗതികളും നിലനിന്നിരുന്നു. എന്നാൽ ഇരു വിഭാഗക്കാരും യേശുവിനെ സംവാദത്തിൽ എതിർത്ത് തോൽപ്പിക്കുവാൻ പല സന്ദർഭങ്ങളിലും ശ്രമിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, ന്യായവിധി, നിത്യജീവൻ ഇവ ഒരു മനുഷ്യൻ്റെ ജീവനാധാരമായ വിശ്വാസ പ്രമാണങ്ങളാണ്. ഇവയിൽ വിശ്വസിക്കാതെ നാമമാത്രമായ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ എത്ര ശ്രേഷ്ഠരായി ജീവിച്ചാലും യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന തിരുവചനം നമ്മളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ സദൂക്യരുടെ ഇടുങ്ങിയ ചിന്താഗതികളല്ല, രക്ഷയുടെ യഥാർത്ഥ അനുഭവമുള്ളവരായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, രക്ഷയുടെ അനുഭവമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.